കൊക്കോഡർമ ഉണ്ടാക്കാനുള്ള മണ്ണ് കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കല്ലുകളൊന്നുമില്ലാത്ത മണ്ണ് നന്നായിട്ട് തിക്കായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ കൊക്കോഡർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പൈഡർ പ്ലാന്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ നിൽക്കാൻ സ്പൈഡർ പ്ലാന്റ് സഹായിക്കും. മണ്ണ് കുഴച്ചെടുക്കാം. ചെടി ഇതാണ് ചെടി. അങ്ങനെ ആക്കി കഴിയുമ്പോൾ വെള്ളം ശരിക്കാവും. കറക്റ്റ്. എന്താ അമ്മ 2 മണിക്ക് മുന്നേ ആക്കണം പറഞ്ഞു. നമ്മളുടെ ചെടി അവിടെ നിൽക്കുന്നുണ്ട്. നമുക്കിത് കിട്ടുന്നത് വേണ്ടിയിട്ട് ഒന്ന് റൗണ്ടായിട്ടൊന്ന് ഒരു മാർക്ക് അടയാളപ്പെടുത്താം. എന്നിട്ട് മെല്ലെ മെല്ലെ ചിരകി എടുക്കണം. കത്തി കൊണ്ട് എടുത്താലൊന്നും കിട്ടില്ല. കൈ കൊണ്ട് മെല്ലെ 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 ഇളക്കിയിട്ടാണ് ഇത് പൊട്ടാതെ എടുക്കുക. പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാവും, ഒട്ടിച്ച് വയ്ക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ നൂല് കൊണ്ട് കെട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ നഖം പറ്റാതെ കൈ കൊണ്ട് മെല്ലെ അങ്ങനെ ചിരകി എടുക്കുക. അത്യാവശ്യം വേണ്ടതും അത്രയും വലുപ്പത്തിലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നൂലുകൊണ്ട് കെട്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നൂല് കൊണ്ട് കെട്ടി കഴിഞ്ഞാൽ പിന്നെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, പിന്നീട് അത് നശിച്ചു പോവുകയും ചെയ്യും. ഇതാകുമ്പോൾ നമുക്ക് ഒരൊറ്റ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ആ കൊക്കോഡർമയെ പൊതിയാൻ സഹായിക്കും. ക്ഷമ, അതാണ് മുഖ്യം. ക്ഷമയോടെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലുപ്പത്തിലുള്ള കൊക്കോഡർമ പൊതിയാൻ ആവശ്യമായിട്ടുള്ള ഗ്രീനറി ഇവിടെ നിന്ന് കിട്ടും, കഷ്ണമായി പോവാതെ തന്നെ. ഇനി വേണമെങ്കിൽ അമ്മ പറിച്ചു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇത്രയും നീളത്തിലുള്ള വലുപ്പത്തിലുള്ള മോസസ് പറിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്ര വളരെ ഈസി ആയിട്ട് നമുക്കതിനെ കവർ ചെയ്യാൻ കഴിയുന്നത്. മറിച്ച് നമ്മൾ കത്തിയൊക്കെ എടുത്തിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാവുകയും അവിടെ ഒട്ടിച്ച് വയ്ക്കാനും ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ഇത് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മണ്ണിലേക്ക് നേരിട്ട് ഒട്ടിച്ച് വയ്ക്കാൻ കഴിയുകയും ചെയ്യും. പെട്ടെന്ന് അവയ്ക്ക് ഡാമേജ് ഇല്ലാതെ തന്നെ നമുക്കിതിന് സെറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഇത് ഒട്ടി മൈക്കിൾ ജാക്സൺ ഉത്തരം. പല അമ്മമാരുടെയും വീട്ടുകാരുടെയും പരാതിയാണ് കുട്ടികൾ ഷോർട്സും ഗെയിമും കണ്ട് ഏത് നേരവും മൊബൈലിലാണ്, ടി വിയിലാണെന്നൊക്കെ. നമ്മളിങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിച്ചാൽ അവർ നമ്മളോടൊപ്പം ഇൻട്രസ്റ്റ് ആയിട്ട് അതിലൊക്കെ കൂടുകയും ചെയ്യും. നമുക്കും അത് തന്നെ ചെടി കുഴിച്ചിടുന്ന സമയത്തും ചെടി നടുന്ന സമയത്തും പരിപാലിക്കുന്ന സമയത്തും കുട്ടികൾ കൂടെ ഉണ്ടാവുക, ഓരോരോ ചെറിയ ചെറിയ സംശയങ്ങൾ ചോദിച്ച് അവർക്കതിന് ആൻസർ പറഞ്ഞു കൊടുക്കുക, അതൊക്കെ രസമായിട്ട് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെടി സംരക്ഷിക്കാനും അവർക്ക് നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കാനും നമുക്ക് പറ്റും. അതിന് വേണ്ടി നമ്മൾ കുട്ടികൾ മൊബൈൽ കാണുന്നുണ്ട്, ടി വി കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ അധിക്ഷേപിക്കാതെ നമ്മൾ തന്നെ ഒരു വഴി കാണിച്ചു കൊടുക്കും. പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും കുട്ടികൾ നമ്മുടെ പിന്നാലെ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നേരെ മറിച്ച് ഞാൻ മൊബൈൽ കണ്ടിരിക്കുകയാണെങ്കിൽ അവരും ആ ഒരു പ്രോഗ്രാമിലേക്ക്, ആ ഒരു സെറ്റപ്പിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ വളരെ ഈസി ആയിട്ട് ഒരു നൂല് കൊണ്ട് കിട്ടലും ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഞാനും എൻ്റെ കുട്ടികളും ഇതാ കൊക്കോഡർമ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അവർക്ക് സ്വയം ഉണ്ടാക്കാനും കളിക്കാനും കളിച്ച് പഠിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ മണ്ണുണ്ട് അവിടെ എടുത്ത് വെച്ചിട്ട്, കുറേ മൗസുണ്ട്. ഇനി അവരതൊക്കെ ഉണ്ടാക്കി കളിക്കും. ഞാനൊരു മോഡൽ കാണിച്ചു കൊടുക്കാൻ മാത്രമാണ് ചെയ്തത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കൊക്കോഡർമ ഉണ്ടായി. ഇനി എന്ത് ചെയ്യണം, ഇത് ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ജസ്റ്റ് തളിച്ച് കൊടുക്കണം. അപ്പോൾ അത് അവിടെ പിടിച്ച് ശരിയായിക്കോളും. പിന്നെ അധികം വെയിലില്ലാത്തടത്ത് വയ്ക്കുകയും വേണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാലനം.